ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം വെറുപ്പോട് കൂടിയാണ് ഈ ഗവൺമെന്റിനെ കാണുന്നത്. അതുകൊണ്ടല്ലേ ഇവിടെ പറഞ്ഞു, പല നേതാക്കളും പറഞ്ഞു, ഈ ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷമുള്ള നിലമ്പൂർ അത്ര എളുപ്പമുള്ള സീറ്റല്ല യു ഡി എഫിന്. അല്ല, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട യു ഡി എഫിന് വൻ ഭൂരിപക്ഷം കിട്ടുന്ന 2 പഞ്ചായത്തുകൾ വണ്ടൂർ നിയോജകമണ്ഡലത്തിലേക്കും 1 പഞ്ചായത്ത് ഏറനാട് നിയോജകമണ്ഡലത്തിലേക്കും പോയി. അപ്പോൾ 2011 ഞങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ പരിണതപ്രജ്ഞനായ നിലമ്പൂരിൻ്റെ ഹൃദയമായ ശ്രീ ആര്യാട് സാർ ജയിച്ചത് 5500 വോട്ടിനാണ് 2011. കാരണം കോൺസ്റ്റുവൻസി ഡീലിമിറ്റേഷൻ വന്നപ്പോൾ മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറി. അപ്പോൾ ആര്യാട് സാർ ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിൽ 2016 വലിയ വ്യത്യാസത്തിൽ ഞങ്ങൾ തോറ്റത്. 2021 ഞങ്ങളവിടെ തോറ്റു. ഇപ്പോൾ അതിൻ്റെ എല്ലാം പലിശയടക്കം ജനങ്ങൾ അവരാണ് ഞങ്ങളെ വിജയിപ്പിച്ചത്. തീർച്ചയായിട്ടും ആ ജനവിശ്വാസം ഞങ്ങൾ കാത്തു സംരക്ഷിക്കും. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ, ഈ രൂക്ഷമായ ഈ വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ, തകർന്നു പോയ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ, അത് കൊണ്ടുവരാൻ UDF നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന വാക്കാണ് ഞങ്ങൾ കൊടുത്തത്. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ഞങ്ങൾ ഇനി മുതൽ നടത്തുന്നത്. അതിൽ എല്ലാവരും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട്, എല്ലാവരും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ വോട്ടർമാരോട് ഏത് വാക്കുകൊണ്ടാണ് അവരോട് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം 2026 തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള ഇന്ധനമാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത്. ഇന്ധനമാണ്. ആ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു പകരാൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നതാണ് നിലമ്പൂരിലെ ജനങ്ങൾ ചെയ്തത്. അവരോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കും. അല്ല, അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ. അങ്ങനെയൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ. UDF ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം UDFനെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല. ഞാൻ നിങ്ങളെല്ലാവരും കൂടിയാണ് എൻ്റെ തലയിൽ എല്ലാ തീരുമാനവും ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞു വെച്ചത്. ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എനിക്ക് അതിൻ്റെ ക്രെഡിറ്റും വേണ്ട. ഇപ്പോൾ തീരുമാനം എടുത്തത് കൊണ്ടാണ് ജയിച്ചതെന്നുള്ളതിൻ്റെ ക്രെഡിറ്റും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതാണ് UDFിൻ്റെ പ്രത്യേകതയെന്ന് കുറേ മാധ്യമങ്ങൾ അത് മനസ്സിലാക്കാതെ പോയി. UDFിൻ്റെ മാറ്റം, UDF ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ ചില മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല. UDF ആണ് തീരുമാനം എടുക്കുന്നത്, VD സതീശനല്ല. എന്നിട്ട് അവരെന്നെ ചുമതലപ്പെടുത്തുവാണ് അത് പറയാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും ഞാനല്ലേ പറയേണ്ടത്, അല്ലെങ്കിൽ കൺവീനർ പറയണം. അത്രയേ ഉള്ളൂ. ആ UDF എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു എന്നാണ്, അതിനെ അടിവരയിട്ടാണ് അവിടുത്തെ ജനങ്ങൾ തന്നിരിക്കുന്നത്. ഞാൻ കുറ്റപ്പെടുത്തൊന്നുമില്ല ഈ സമയത്ത്. നിങ്ങളല്ലേ എന്തായിരുന്നു കഴിഞ്ഞ കുറെ ദിവസകാലമായി ചെയ്തതെന്ന് നിങ്ങളൊന്ന് വിലയിരുത്ത്. നിങ്ങൾ എന്തായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ നിങ്ങൾ ചെയ്തത് എന്തെല്ലാമായിരുന്നു എന്ന് നിങ്ങളൊന്ന് വിലയിരുത്ത്. കുറെ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പൊക്കെ നേരത്തെ എനിക്കതിലൊന്നും ഒരു പരിഭവമില്ല. പക്ഷേ നിങ്ങൾ നിങ്ങൾ എന്തെല്ലാം വാർത്ത കൊടുത്തു. പാണക്കാട് തങ്ങള്, അതായത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത LDF കൺവെൻഷന്റെ 3 ഇരട്ടി വലിയ കൺവെൻഷനായിരുന്നു UDFിന്റെ കൺവെൻഷൻ. അത്ര വൈബായിരുന്നു ആ കൺവെൻഷൻ. അതിന്റെ ഗ്രേസ് കളയാൻ വേണ്ടി പറഞ്ഞു പാണക്കാട് തങ്ങൾ ബഹിഷ്കരിച്ചെന്ന്. സാദിഖലി തങ്ങൾ ഹജ്ജിന് പോയ തങ്ങള് ബഹിഷ്കരിക്കുകയാണ്. പാണക്കാട് കുടുംബം ബഹിഷ്കരിച്ചെന്ന് പറഞ്ഞു. പാണക്കാട് കുടുംബം UDF കൺവെൻഷൻ ബഹിഷ്കരിച്ചാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതൽ കുഞ്ഞ് ആ വേദിയിലുണ്ടാവോ? നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്ത എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഏതെല്ലാം തരത്തിൽ ചെയ്തു. പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വിചാരണയായിരുന്നു. എനിക്ക് ഒരു വിരോധമില്ല. പക്ഷെ നിങ്ങളൊന്ന് നിങ്ങളുടെ ആ ലൈബ്രറിയിൽ പോയിരുന്നിട്ട്, നിങ്ങളല്ല ഇത് ചെയ്യിപ്പിച്ച ആളുകൾ, അതൊന്ന് റെക്കോർഡിട്ട് കാണണം. ഇത് തന്നെ ഞാൻ ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞത്, നിങ്ങൾ വിഷമിക്കണ്ട. കാരണം പാലക്കാടും അവർ ഇത് തന്നെയായിരുന്നു. പോളിംഗ് കഴിഞ്ഞിട്ടും ഇത് തന്നെയായിരുന്നു. ഇതെല്ലാം തന്നെയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും അല്ല, കുറെ ആളുകൾ. അത് നല്ലതല്ല. കേരളത്തിലൊരു അതല്ല, യാഥാർത്ഥ്യത്തിനും വളരെ അകലെയായിരുന്നു. വിശകലനങ്ങള്, ചർച്ചകള് എല്ലാം വേറെ അകലമായിരുന്നു. എല്ലാവരും കാത്തിരുന്നത് എന്തിനാണെന്ന് എനിക്കറിയായിരുന്നു. അല്ല, പറഞ്ഞല്ലോ.
അല്ല, ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ആളല്ല. ഞാനല്ല. UDF ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി UDFന്റെ തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. VD സതീശനായിട്ട് ഒരു തീരുമാനം ഒരു കാര്യത്തിൽ എടുക്കില്ല. എനിക്ക് അതിനുള്ള അനുവാദമില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ അത് ഞാൻ കളയേയില്ല. കൂടിയാലോചനകളാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഇന്നത്തെ വിജയമെന്ന് പലരും മറന്നുപോകുന്നു. എല്ലാവർക്കും അതിൻ്റെ അകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഈ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. എല്ലാവർക്കും അതിൻ്റെ അകത്ത് റോളുണ്ട്. നിങ്ങളതൊന്നും നല്ലതൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാ ഇലക്ഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിന് മുമ്പ് സ്ഥാനാർത്ഥി യുനാനിമസ് ആയിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അയച്ചത്. അവരപ്പം തന്നെ അപ്രൂവ് ചെയ്തിങ്ങ് തന്നു. അതിന് എന്തെല്ലാം പഴകിയിട്ടു അതിന്. ഞങ്ങൾ ഒരുമിച്ചുള്ള തീരുമാനമാണ്. പിന്നീട് എടുത്ത ഓരോ കാര്യത്തിലും UDF നേതൃത്വത്തിന്റെ തീരുമാനമാണ്. ചർച്ചകൾ നടത്തിയ അല്ല, അതന്നെ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ജയിച്ചല്ലോ, മറ്റേനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ. അല്ല, ഞാൻ ഇന്ന് പലരും കാത്തിരുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്നും പറയും ടീം UDF